പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 4 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിൽ നമുക്കറിയാം കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം. നമ്മളെന്നും അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. ഇന്ന് ഫെബ്രുവരി 4 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ന്യൂസ് ഹെഡിംഗ് ആണ് ആർ പ്രജ്ഞാനന്ദ ഡിഫീറ്റഡ് വേൾഡ് ചാമ്പ്യൻ ഡി ഗുകേഷ്. ലോക ചാമ്പ്യൻ ഡി ഗുകേഷിനെ പരാജയപ്പെടുത്തി ആർ പ്രജ്ഞാനന്ദ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് പ്രജ്ഞാനന്ദ വേൾഡ് ചാമ്പ്യൻ ഡി ഗുകേഷിനെ പരാജയപ്പെടുത്തി. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ടാറ്റ സ്റ്റീൽ ചെസ് വിജയി ആരാണ്? ആർ പ്രജ്ഞാനന്ദ. ടാറ്റ സ്റ്റീൽ ചെസ് 2025 ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ചെസ് ടൂർണമെൻറ്റ് ആണ് ടാറ്റ സ്റ്റീൽസ് ചെസ് ടൂർണമെൻറ്റ്. 2025 ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെൻറ്റ് വിജയിച്ചിട്ടുള്ളത് ആർ പ്രജ്ഞാനന്ദയാണ്. ടാറ്റ സ്റ്റീൽ ചെസ് 13 റൗണ്ടുകളിൽ ആരാണ് പരാജയപ്പെട്ടത്? പ്രജ്ഞാനന്ദ, രമേഷ് ബാബു ആൻഡ് ഡി ഗുകേഷ്. ഇപ്പോൾ 13th റൗണ്ട്സ് ഓഫ് ടാറ്റ സ്റ്റീൽ ചെസ് ചാമ്പ്യൻഷിപ്പ്, ഇതിൽ രണ്ടുപേരും പരാജയപ്പെട്ടു. അതായത് പ്രജ്ഞാനന്ദ, രമേഷ് ബാബുവും പരാജയപ്പെട്ടു, ഡി ഗുകേഷും പരാജയപ്പെട്ടു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയമായിരുന്നു 13th റൗണ്ട് ഓഫ് 2025 ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റേഴ്സ്. ഇതിൽ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ഗുകേഷ് ദൊമ്മരാജു, ഡി ഗുകേഷ് പരാജയപ്പെട്ടിട്ടുള്ളത് അർജുൻ എറിഗാസി ആയിട്ടാണ്. അതേപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ, രമേഷ് ബാബു പരാജയപ്പെട്ടിട്ടുള്ളത് ഗ്രാൻഡ് മാസ്റ്റർ വിൻസെന്റ് കെയ്മർ ആയിട്ടാണ്. എന്നാൽ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിച്ചിട്ടുള്ളത് ആർ പ്രജ്ഞാനന്ദയാണ്. ടാറ്റ സ്റ്റീൽസ് ചെസ് 2025 റണ്ണർ അപ്പ് ആരാണ്? ഡി ഗുകേഷ്. ഇപ്പോൾ ആർ പ്രജ്ഞാനന്ദ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിക്കൊണ്ട് ടാറ്റ സ്റ്റീൽസ് ചെസ് ചാമ്പ്യനായി. രണ്ടാം സ്ഥാനത്ത് റണ്ണർ അപ്പ് ആയിട്ടുള്ളത് ഡി ഗുകേഷ് ആണ്. ടാറ്റ സ്റ്റീൽ ചെസ് 2025 മൂന്നാം സ്ഥാനം നേടിയത് ആരാണ്? അബ്ദു സത്രവ്. 2025 ടാറ്റ സ്റ്റീൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയിട്ടുള്ളത് ആർ പ്രജ്ഞാനന്ദ. രണ്ടാം സ്ഥാനത്ത് ഡി ഗുകേഷ് ആണെങ്കിൽ മൂന്നാം സ്ഥാനത്ത് അബ്ദു സത്രവ് ആണ്. ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ഉസ്ബെക്കിസ്ഥാൻ്റെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് അബ്ദു സത്രവ്. നോദിർബെഗ് അബ്ദു സത്രവ് എന്നാണ് പൂർണ്ണ പേര്. 13 വയസ്സ് 1 മാസം 11 ദിവസം ഉള്ളപ്പോൾ അബ്ദു സത്രവ് ഗ്രാൻഡ് മാസ്റ്ററായി. 2018 ഇന്ന് പറയുമ്പോൾ ഈ 3 പ്ലെയേഴ്സ്, അതായത് ആർ പ്രജ്ഞാനന്ദ, ഡി ഗുകേഷ്, അബ്ദു സത്രവ് എന്നിവരെല്ലാവരും ഏതാണ്ട് ഒരേ വയസ്സുകാരാണ്. ഏതാണ്ട് 20 വയസ്സിൻ്റെ അടുത്ത് നിൽക്കുന്ന ചെസ് പ്ലെയേഴ്സ് ആണ് ഡി ഗുകേഷ്, ആർ പ്രജ്ഞാനന്ദ, അബ്ദു സത്രവ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ കൺഗ്രാജുലേറ്റ്സ് മ്യൂസിഷ്യൻ ചന്ദ്രിക ടണ്ടൻ ഓൺ വിന്നിംഗ് ഗ്രാമി അവാർഡ്. ഗ്രാമി അവാർഡ് നേടിയ സംഗീതജ്ഞ ചന്ദ്രിക ടണ്ടനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇപ്പോൾ ഗ്രാമി അവാർഡ് പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ അമേരിക്കൻ ആയിട്ടുള്ള ചന്ദ്രിക ടണ്ടനെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അഭിനന്ദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഗ്രാമി അവാർഡ് നേടിയ ഇന്ത്യൻ വംശജയുടെ പേര് ചന്ദ്രിക ടണ്ടൻ. ചന്ദ്രിക ടണ്ടൻ ഇന്ത്യൻ അമേരിക്കൻ, ഒപ്പം തന്നെ ബിസിനസ് വുമനും മനുഷ്യസ്നേഹി, 2 തവണ ഗ്രാമി നോമിനേറ്റ് ചെയ്യപ്പെട്ട സംഗീത കലാകാരിയാണ് ചന്ദ്രിക കൃഷ്ണമൂർത്തി ടണ്ടൻ. ഈ പ്രാവശ്യത്തെ ഗ്രാമി അവാർഡ് നേടിയിട്ടുള്ള ഇന്ത്യൻ വംശജയാണ് ചന്ദ്രിക ടണ്ടൻ. അപ്പോൾ ഗ്രാമി അവാർഡ് എന്നെന്താണ്? ഗ്രാമി അവാർഡ് ഇന്ന് അമേരിക്കയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അവാർഡ് ആണ്. മ്യൂസിക് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ഒരു അവാർഡ് ആണ് ഗ്രാമി അവാർഡ്. സംഗീത വ്യവസായത്തിലെ മികച്ച നേട്ടങ്ങളെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ റെക്കോർഡിംഗ് അക്കാഡമി നൽകുന്ന അവാർഡ്സ് ആണ് ഗ്രാമി അവാർഡ്. ഇതിൻ്റെ ആദ്യത്തെ അവാർഡ് നൽകിയിട്ടുള്ളത് 1959 മെയ് 4 അതായത് 65 വർഷം മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഒന്നാണ്. ഗ്രാമഫോൺ അവാർഡ് എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള ഒന്ന് ഇപ്പോൾ ഗ്രാമി അവാർഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഗ്രാമി അവാർഡിൻ്റെ പ്രഖ്യാപനം. ഇതനുസരിച്ച് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ചന്ദ്രിക ടണ്ടൻ ആണ് ഗ്രാമി അവാർഡ് നേടി. ഏത് ആൽബത്തിനാണ് ഗായിക ചന്ദ്രിക ടണ്ടൻ 2025 ഗ്രാമി അവാർഡ് നേടിയത്? ത്രിവേണി എന്ന ആൽബത്തിനാണ് ചന്ദ്രിക ടണ്ടന് ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഗായികയായിട്ടുള്ള ചന്ദ്രിക ടണ്ടൻ 2025 ഗ്രാമി അവാർഡ് നേടി. 2025 ഗ്രാമി അവാർഡുകളുടെ വലിയ വിജയികൾ ആരൊക്കെയാണ്? ബിയോൺസ് ആൻഡ് കെൻഡ്രിക് ലാമർ. ബിയോൺസും കെൻഡ്രിക് ലാമറാണ് 2025 ദ ഹയസ്റ്റ് ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തികൾ.
ബിയോൺസ് അമേരിക്കയിലെ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു ഗായികയാണ് ബിയോൺസ്. ബിയോൺസ് ഗിസലിലെ നോൾസ് കാർട്ടർ എന്നറിയപ്പെടുന്ന അമേരിക്കയിലെ ഗായികയും നടിയുമായിട്ടുള്ള ബിയോൺസിനാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും കൂടുതലായിട്ടുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് നേടിയിട്ടുള്ള വ്യക്തി എന്ന് കൂടി പറയാൻ പറ്റും ബിയോൺസ്. ഏതാണ്ട് 35ഓളം ഗ്രാമി അവാർഡ് ആണ് ഈ പ്രാവശ്യം ഇതിനു മുമ്പും ആയിട്ട് നേടിയിട്ടുള്ളത്. കെൻഡ്രിക് ലാമറും അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് മ്യൂസിക് ഇൻഡസ്ട്രിയിലെ. കെൻഡ്രിക് ലാമറും ബിയോൺസുമാണ് ഏറ്റവും കൂടുതൽ അവാർഡ് ഈ പ്രാവശ്യത്തെ 2025 അവാർഡ് നേടിയിട്ടുള്ളത്. 2025 ഗ്രാമി അവാർഡുകളിൽ കൗബോയ് കാർട്ടറിന് ആൽബം ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആരാണ്? ബിയോൺസ്. ബിയോൺസിനാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അവാർഡ്, അതായത് ആൽബം ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഗ്രാമി അവാർഡുകളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അവാർഡ് ആണ് ആൽബം ഓഫ് ദി ഇയർ. ഇത് ബിയോൺസിന്റെ കൗബോയ് കാർട്ടർ എന്ന ആൽബത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. 67ാമത് ഗ്രാമി അവാർഡുകൾ എവിടെയാണ് നടന്നത്? ലോസ് ഏഞ്ചലസ്, കാലിഫോർണിയ. ലോസ് ഏഞ്ചൽസിലാണ് 67ാമത് ഗ്രാമി അവാർഡ് നടന്നിട്ടുള്ളത്. 1999 ലോറൻ ഹില്ലിന് ശേഷം ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരി ആരാണ്? ബിയോൺസ്. അപ്പം 1999 ലോറൻ ഹിൽസ് എന്ന ബ്ലാക്ക് വുമൺ ആൽബം ഓഫ് ദി ഇയർ അവാർഡ് നേടിയതിനു ശേഷം ഈ പ്രാവശ്യം ആൽബം ഓഫ് ദി ഇയർ അവാർഡ് നേടിയിട്ടുള്ളത് ബിയോൺസ് ആണ്. അതായത് 99 ശേഷം ഒരു കറുത്ത വർഗ്ഗക്കാരി ആൽബം ഓഫ് ദി ഇയർ അവാർഡ് നേടുന്നത് ഈ 2025 ഗ്രാമി അവാർഡിലാണ്. ബിയോൺസ് ആണ് ഈ പ്രാവശ്യത്തെ കൗബോയ് കാർട്ടർ എന്ന ആൽബത്തിന് ആൽബം ഓഫ് ദി ഇയർ അവാർഡ് നേടിയിട്ടുള്ളത്. 67ാമത്തെ ഗ്രാമി അവാർഡ് ആണ് ഈ പ്രാവശ്യം ലോസ് ഏഞ്ചൽസ് നടന്നിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് മാൽദീവ്സ് ഗെറ്റ്സ് ദി ഹയസ്റ്റ് ഇൻക്രീസ് ഇൻ ബഡ്ജറ്റ്. ബഡ്ജറ്റിലെ ഏറ്റവും ഉയർന്ന വർധനവ് മാൽദീവിന്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ബഡ്ജറ്റിൽ മാൽദീവിന് ഫണ്ട് അനുവദിച്ചതിലെ വളർച്ചാ ശതമാനം എത്രയായിരുന്നു? 28%. 600 കോടി നീക്കിവച്ചിരിക്കുന്നു. ഓരോ വർഷം അയൽ രാജ്യങ്ങൾക്ക് ഇന്ത്യ സഹായിക്കാറുണ്ട് ഒരു തുക നൽകിക്കൊണ്ട്. അതേപോലെ ഇപ്രാവശ്യം മാൽദീവ്സിന് ലഭിച്ചിട്ടുള്ള എമൗണ്ട് ആണ് 600 കോടി രൂപ. അതായത് കഴിഞ്ഞ വർഷത്തെക്കാളും കഴിഞ്ഞ വർഷം 470 കോടി രൂപയുടെ സഹായമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം 28% വർധനമാണ് വന്നിട്ടുള്ളത്. അതായത് ഈ പ്രാവശ്യത്തെ ഫോറിൻ കൺട്രീസിനെ മാറ്റിവെച്ചിട്ടുള്ള തുകയിൽ ഏറ്റവും കൂടുതൽ വർധന വന്നിട്ടുള്ളത് മാൽദീവ്സിനാണ്. അതായത് 28% വർധനവാണ് ഈ പ്രാവശ്യം മാൽദീവ്സിന് ലഭിച്ചിട്ടുള്ളത്. അതായത് ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയാൻ സാധിക്കും മാൽദീവ്സിന് ലഭിച്ചിട്ടുള്ളത്. 600 കോടി രൂപയാണ്. 2025 ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം അനുവദിച്ചത് ഏത് രാജ്യത്തിനാണ്? ഭൂട്ടാൻ. 2150 കോടി രൂപ. അതായത് ഭൂട്ടാനാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് ലഭിച്ചിട്ടുള്ളത്. മാൽദീവ്സിന് ഏറ്റവും കൂടുതലായിട്ട് വർധനവ് പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് വന്നിട്ടുള്ളത് മാൽദീവ്സിനാണ്. കഴിഞ്ഞ വർഷം 470 കോടിയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം 600 കോടി രൂപയായി. ഭൂട്ടാനാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് ലഭിച്ചിട്ടുള്ളത്. അതായത് 2150 കോടി രൂപ. 2025 ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിച്ച രണ്ടാമത്തെ രാജ്യം ഏതാണ്? നേപ്പാൾ. 700 കോടി രൂപ. അതായത് ഏറ്റവും ടോപ്പ് ലെവലിൽ ലഭിച്ചിട്ടുള്ള രാജ്യം എന്ന് പറയുമ്പോൾ ഭൂട്ടാൻ ആണെങ്കിൽ നേപ്പാൾ ആണ് രണ്ടാമത്തെ സ്ഥാനത്ത്. അതായത് 700 കോടി രൂപയാണ്. മൂന്നാം സ്ഥാനത്താണെങ്കിൽ മാൽദീവ്സ് ആണ് 600 കോടി രൂപ. എല്ലാ വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇത്ര എമൗണ്ട് ഓരോ രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ പ്രാവശ്യം ഏതാണ്ട് 10 രാജ്യങ്ങൾക്കാണ് ഇന്ത്യ സഹായിക്കുന്നത്. ഏറ്റവും ടോപ്പ് ലെവലിലെ ഭൂട്ടാനാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ജപ്പാൻ സക്സസ്ഫുള്ളി ലോഞ്ചസ് നാവിഗേഷൻ സാറ്റലൈറ്റ് ഓൺ ന്യൂ ഫ്ലാഗ്ഷിപ്പ് H3 റോക്കറ്റ്. പുതിയ ഫ്ലാഗ്ഷിപ്പ് H3 റോക്കറ്റിൽ ജപ്പാൻ നാവിഗേഷൻ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഇന്റർനാഷണൽ ലെവലിലെ ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 2 നാവിഗേഷൻ ഉപഗ്രഹമായ മിഷിബിക്കി 6 വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ. ജപ്പാന്റെ ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് മിഷിബിക്കി 6. ഈ കഴിഞ്ഞ ഫെബ്രുവരി 2 ജപ്പാൻ വിക്ഷേപിച്ചു. 2025 ആദ്യത്തെ ഒരു ലോഞ്ചിങ് ആയിരുന്നു മിഷിബിക്കി 6 എന്ന നാവിഗേഷൻ സാറ്റലൈറ്റ്. ഇത് ജപ്പാന്റെയാണ്. 2025 ഫെബ്രുവരി 2 നാവിഗേഷൻ ഉപഗ്രഹമായ മിഷിബിക്കി 6 വിക്ഷേപിക്കാൻ ജപ്പാൻ ഏത് വിക്ഷേപണ വാഹനമാണ് ഉപയോഗിച്ചത്? H3 റോക്കറ്റ്. ഒരു ഫ്ലാഗ്ഷിപ്പ് റോക്കറ്റ് ആണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു റോക്കറ്റ് ആണ് ജപ്പാന്റെ H3 റോക്കറ്റ്. ഇത് ഉപയോഗിച്ചാണ് മിഷിബിക്കി 6 എന്ന
നാവിഗേഷൻ സാറ്റലൈറ്റ് ഫെബ്രുവരി 2 ജപ്പാൻ വിക്ഷേപിച്ചിട്ടുള്ളത് S3 റോക്കറ്റ്. ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ്? ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ഓർ ജാക്സ. ജാക്സയാണ് ജപ്പാന്റെ സ്പേസ് ഏജൻസി പേര്. അതേപോലെ ഇന്ത്യയാണെങ്കിൽ ISRO, അമേരിക്ക നാസ, കാനഡയാണെങ്കിൽ CSA കനഡിയൻ സ്പേസ് ഏജൻസി, റഷ്യയാണെങ്കിൽ റോസ്കോസ്മസ്. ജപ്പാന്റെ കോസി സെനിത് സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ 6ാമത്തെ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? മിഷിബിക്കി 6. ജപ്പാന്റെ കോസി സെനിത് സാറ്റലൈറ്റ് സിസ്റ്റം QZSSന്റെ 6ാമത്തെ സാറ്റലൈറ്റ് ആണ് മിഷിബിക്കി 6. 2010 സെപ്റ്റംബർ 11 മിഷിബിക്കി എന്ന ഫസ്റ്റ് സാറ്റലൈറ്റ് ജപ്പാന്റെ കോസി സെനിത് സാറ്റലൈറ്റ് സിസ്റ്റം QZSSന്റെ ഈ പ്രാവശ്യം 6ാമത്തെ, അതായത് മിഷിബിക്കി 6 ആണ് കോസി സെനിത് സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ ഉപഗ്രഹം, 6ാമത്തെ ഉപഗ്രഹം. ജപ്പാന്റെ മിഷിബിക്കി 6 ഉപഗ്രഹത്തിന്റെ ഉദ്ദേശം എന്താണ്? GPS പ്രവർത്തനം മെച്ചപ്പെടുത്തുക. മിഷിബിക്കി എന്ന സാറ്റലൈറ്റ് ഇത് ജപ്പാന്റെ GPS സിസ്റ്റം അത് കൂടുതലായിട്ട് മെച്ചപ്പെടുത്തുക എന്നതാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് റൈസ് ഇൻ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സേസ് എക്കണോമിക് സർവേ. സ്ത്രീ തൊഴിൽ സേവന പങ്കാളിത്തത്തിൽ വർധനവ് എന്ന് സാമ്പത്തിക സർവേ പറയുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ് എക്കണോമിക് സർവേ, അതായത് ഫെബ്രുവരി 1 ബഡ്ജറ്റ്. എന്നാൽ അതിനു മുമ്പായിട്ട് അവതരിപ്പിച്ച ഒന്നാണ് എക്കണോമിക് സർവേ 2025. ഇതനുസരിച്ച് ഇപ്പോൾ ഇന്ത്യൻ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് FLFPR ഇത് വർധനവാണ് കഴിഞ്ഞ 7 years ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ സാമ്പത്തിക സർവേ പ്രകാരം 2023-24 സ്ത്രീ തൊഴിൽ സേവന പങ്കാളിത്ത നിരക്ക് എത്രയാണ്? 41.7%. തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ വരവ് ഇപ്പോൾ കൂടുതലായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്കണോമിക് സർവേ പ്രകാരം 2023-24 41.7% സ്ത്രീ പങ്കാളിത്തമാണ് ഉള്ളത്. ഇതിനെ പറയുന്ന ഒന്നാണ് FLFPR, അതായത് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക സർവേ പ്രകാരം 2017-18 സ്ത്രീ തൊഴിൽ സേവന പങ്കാളിത്ത നിരക്ക് എത്രയാണ്? 23.3%. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം 41.7%മാണ് 23-24 കണക്ക്. എന്നാൽ 2017-18 ഇത് 23.3%. ഏതാണ്ട് ഇരട്ടിയായിരിക്കുകയാണ് ഇപ്പോഴത്തെ FLFPRന്റെ നിരക്ക്, അതായത് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് റെയിൽവേ മിനിസ്ട്രി റിലീസ് സ്വറെയിൽ സൂപ്പർ ആപ്പ് ഫോർ ടെസ്റ്റിംഗ്. പരീക്ഷണത്തിനായി റെയിൽവേ മന്ത്രാലയം സ്വറെയിൽ സൂപ്പർ ആപ്പ് പുറത്തിറക്കി. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പുതിയൊരു ആപ്പ് ആണത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പൊതുജനങ്ങൾക്ക് എല്ലാ ട്രെയിൻ സേവനങ്ങളും ഒരിടത്ത് നൽകുന്നതിനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചെടുത്ത പുതിയ ആപ്പിന്റെ പേരെന്താണ്? സ്വറെയിൽ. സ്വറെയിൽ എന്നറിയപ്പെടുന്ന ഒരു പുതിയ ആപ്പ് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കി. അതായത് ഇന്നിപ്പോൾ നമുക്ക് റെയിൽ സർവീസിനാണെങ്കിൽ പല ആപ്പ് ആശ്രയിക്കണം. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയിട്ടുള്ള ഒരു ആപ്പ് ആണ് സ്വറെയിൽ. അതായത് ഒരിടത്ത് നിന്നുകൊണ്ട് എല്ലാ സേവനങ്ങളും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ആപ്പ് ആണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് എല്ലാ ട്രെയിൻ സേവനങ്ങളും ഒരിടത്ത് നൽകുന്നതിനായി സൂപ്പർ ആപ്പ് സ്വറെയിൽ ആരാണ് വികസിപ്പിച്ചെടുത്തത്? സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം, CRIS എന്നറിയപ്പെടുന്ന സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് സ്വറെയിൽ എന്ന് പറയുന്ന ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 22 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.